ആവശ്യത്തിനുള്ള മരുന്നുകൾ വാങ്ങാതിരിക്കുകയും ആവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയുമാണ് KMCL ചെയ്യുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ VS സുനിൽകുമാർ MLA ആരോപിച്ചു. ഇതിനാൽ തന്നെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം അനുഭവപ്പെടുകയും അതേസമയം ഗോഡൌണുകളിൽ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. കാരുണ്യ ഫാർമസിക്ക് മരുന്ന് വാങ്ങാനായി 4 അംഗ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. 21 കോടി രൂപയുടെ മരുന്ന് കാണാനില്ലെന്ന CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. മരുന്ന് കമ്പനികളുടെ താൽപ്പര്യപ്രകാരമാണ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യവകുപ്പ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പറഞ്ഞു. ആരോഗ്യമന്ത്രി VS ശിവകുമാർ മറുപടി പറഞ്ഞു. ആവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങുന്നില്ല. കോർപ്പറേഷന് വാങ്ങാനുള്ള മരുന്നുകളുടെ എണ്ണം 771 കുറച്ചതായും മന്ത്രി അറിയിച്ചു. ഈ വർഷം മരുന്ന് വാങ്ങാനുള്ള ടെൻഡറിംഗ് ഇന്ന് നടക്കും. ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.